നിങ്ങൾ എന്റെ മോനെ എന്താ ചെയ്തേ? എസ്തപ്പാനോട് പറ അവനെ ഉപദ്രവിക്കരുതെന്ന്. ദേവിക, ഞാൻ നിന്റെ കാല് പിടിക്കാം. പ്ലീസ് മോളെ, ഋഷിയെ വേദനിപ്പിക്കരുത്. അവൻ വിളിച്ചുടനെ ഫോൺ അങ്ങ് കട്ടായി. എസ്തപ്പാൻ ആക്രമിച്ചു എന്നാ തോന്നുന്നേ. അവൻ പാവ, അവനെ വെറുതെ വിടണം. സത്യമായിട്ടും നന്ദൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ദേവിക. അതെ, ഞാൻ എസ്തപ്പൻ ചേട്ടനെ വിളിച്ച് തൽക്കാലം ഉപദ്രവിക്കണ്ടെന്ന് പറയാം. അതിരിക്കട്ടെ, ഋഷി തന്നെയാണല്ലോ അല്ലേ വിളിച്ചത്? അതെ, അവൻ തന്നെയാ വിളിച്ച്, സംശയമില്ല. മോളെ, നീയല്ലേ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേ. അവനെ വിട്ടുതാ. അതൊന്നും പറ്റില്ല, ഞാൻ പിന്നെ വിളിക്കാം. ദേവിക, ആ എസ്തപ്പാനോട് പറഞ്ഞിട്ട് ഋഷിയെ ഒന്ന് ഫോണിൽ വിളിച്ചു തരുമോ? ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഹലോ ദേവിക, ഹലോ. ചേച്ചി സംസാരിച്ച പണി പാടും. എന്തായാലും ആദ്യ കയറി കൃത്യമായിട്ട് കുടുങ്ങിയിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ പറഞ്ഞതൊക്കെ മാഡം കൃത്യമായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞു. ചേച്ചി, ഈ വിളിയുടെ പിന്നിൽ ചേച്ചിയുടെ കസ്റ്റഡിയിൽ ഋഷി ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല, പിന്നെ ഋഷി ആരോ ആക്രമിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? എസ്തപ്പാനോട് ദ്രോഹിക്കണ്ടെന്ന് പറയണോന്ന്. അമ്മയെന്ന് ഫോണിൽ കൂടി പറഞ്ഞപ്പോ ആരോ ആക്രമിച്ചു എന്ന്. നേരാ, അത് നമ്മുടെ ആളുകൾ അന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ആരായിരിക്കും ഇതിന്റെ പിന്നിൽ? എന്തായാലും ഋഷി ആരുടെയോ തടവറയില്ല. ഒരുപക്ഷെ നന്ദു അവിടെ തന്നെ ഉണ്ടാവും. അരുന്ധതിയെ വിളിച്ചത് ആരാണെന്ന് കണ്ടെത്തിയാ കാര്യം എളുപ്പാവില്ലേ? ഏത് നമ്പറിൽ നിന്നാ വിളിച്ചെന്ന് ചോദിച്ചാലോ? നീ എന്താ ഈ പറയുന്നേ? നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആള് വിളിച്ചത് ഏത് നമ്പറിൽ നിന്നാന്ന് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുമോ? അത് ശരിയാ. ഏതായാലും വഴികൾ ഓരോന്നായി തുറന്നു കിട്ടുന്നുണ്ട്. അധികം വൈകില്ലേ ചേച്ചി? നമ്മൾ നന്ദേട്ടന്റെ അടുത്ത് എത്താറായി. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.